പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞു വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും ഹൈറ്റും പഠിക്കാനുണ്ട്. രണ്ടും പരീക്ഷ ചോദിക്കും, 100% ഉറപ്പിച്ച് ചോദിക്കും. സിമ്പിൾ ഡെറിവേഷൻ ആണ്. എന്റെ കൂടെ നിങ്ങൾ ഇപ്പൊ ചെയ്താൽ ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി തരാണ്. പരീക്ഷ വന്നെങ്കിൽ ചെയ്യാനും പറ്റും. സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് പഠിക്കാനുള്ളത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് എന്താണ്? ജി എന്താണ്? സർഫസിൽ 9.8 ആണ്. മുകളിലേക്ക് പോകുമ്പോൾ ജി മാറുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു പ്രത്യേക ഹൈറ്റിൽ ജി 9.8 ആവണമെന്ന് ഒരു നിർബന്ധവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വേരിയേഷൻ ഓഫ് ജി എന്താണ്, അതിന്റെ ഇക്വേഷൻ ഒക്കെ എന്താണ്, ഇങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. അതാണ് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ 4 മാർക്സ് ക്വസ്റ്റൻ ആണ് കേട്ടോ. 4 മാർക്സിന് പരീക്ഷ ചോദിക്കും. എന്റെ കൂടെ ഇപ്പൊ ചെയ്തു പോയാൽ വീണ്ടും ബുക്കും പെണ്ണൊക്കെ എടുത്ത് ചെയ്തു പോയാൽ ഇപ്പൊ പരിപാടി തീർക്കാം. ഓക്കെ, ബുക്കും പെണ്ണ് എടുത്തവരൊക്കെ എന്ത് ചെയ്യുക, ഒരു പെന്നിന്റെ സിമ്പിൾ ഇടാം. ഇപ്രാവശ്യം ഒരു പെന്നിന്റെ സിമ്പിൾ ഇടാം. നോക്കട്ടെ എത്ര പേര് എടുത്തു. എല്ലാവരും കേട്ടോ, മടിയൊന്നും കാണിക്കണ്ട. എല്ലാവരും എന്ത് ചെയ്യുക, പെന്നിന്റെ സിമ്പിൾ ഇടാം കേട്ടോ. ശരി, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സർഫസിലെ ജി എന്താണെന്ന് എഴുതി വെക്കാം. എന്താണ് സർഫസിലെ ജി? ക്യാപിറ്റൽ ജി ഇൻടു ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ റേഡിയസിന്റെ സ്ക്വയർ അല്ലെ? സർഫസിലെ റേഡിയസിന്റെ സ്ക്വയർ ആർ സ്ക്വയർ. ശരി, അപ്പൊ ജി എസ് സർഫസിലെ ജി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക ഹൈറ്റിലെ ജി ആണ്. ഓക്കെ, പ്രത്യേക ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എർത്തിന്റെ സർഫസിൽ നിന്നാണ് ഹൈറ്റ് മെഷർ ചെയ്യുക കേട്ടോ. അപ്പൊ ലെറ്റ്സ് സേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഇവിടെ ഇതാണ് ഒരു പ്രത്യേക ഹൈറ്റ്. ഓക്കെ, ഇതാണ് എച്ച് ഹൈറ്റ്. എർത്തിന്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് എർത്തിന്റെ സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും? ഇപ്പൊ എർത്തിന്റെ സെന്ററിൽ നിന്ന് സർഫസ് വരെ എത്രയാണ്? ഇത്രയും ഭാഗം എത്രയാണ്? എർത്തിന്റെ റേഡിയസ് ആണ്. അപ്പം ആർ പ്ലസ് എച്ച് ഹൈറ്റിലാണ് നമ്മൾ നോക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ എർത്തിന്റെ സെന്റർ നോക്കുകയാണ് ആർ പ്ലസ് എച്ച് ഹൈറ്റ്, സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിലാണ്. അപ്പൊ എച്ച് ഹൈറ്റിലെ ജി ആണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് എച്ച് ഹൈറ്റിലെ ജി എച്ച് എത്രയായിരിക്കും? പറ. ജി എം ബൈ ആർ സ്ക്വയർ. പക്ഷെ എന്താ ആർ എന്താണ്? ഇവിടെ ആർ എപ്പോഴും എവിടെയാണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത്, എർത്തിന്റെ സെന്ററിൽ നിന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത്. എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ആർ പിന്നെ ഒരു എച്ചും കൂടെ, ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ താഴെ എന്താ വരിക? ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ അല്ലേ വരിക? തീർച്ചയായും ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്നൊക്കെ എല്ലാവരും എടുത്തു, സന്തോഷം. മനസ്സിലായില്ലേ? അപ്പൊ എച്ച് ഹൈറ്റിൽ നോക്കുകയാണെങ്കിൽ ആർ പ്ലസ് സർഫസിൽ നോക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ താഴെ വന്നാൽ മതി. എച്ച് ഹൈറ്റിൽ നോക്കുകയാണെങ്കിൽ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ താഴെ വരണം. മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇത് ഹൈറ്റ് എച്ചിലെ ജി. അപ്പൊ ഇവിടെ തന്നെ ഡെറിവേഷൻ കഴിഞ്ഞു. ഹൈറ്റ് എച്ചിലെ ജി എത്ര സാർ? ഇതാണ് ഇക്വേഷൻ, കഴിഞ്ഞു. ടെക്നിക്കലി ഡെറിവേഷൻ ഇവിടെ കഴിഞ്ഞു സാർ. പക്ഷെ എന്തോ ട്വിസ്റ്റ് ഉണ്ടല്ലേ സാർ, ഇങ്ങനെയൊക്കെ ചെയ്താൽ 4 മാർക്ക് ഇങ്ങനെ കിട്ടുക? 4 മാർക്ക് ഇതിന് കിട്ടില്ലല്ലോ. കിട്ടില്ല. എന്താ ചെയ്യുന്നത് പറഞ്ഞുതരാം. പക്ഷെ ടെക്നിക്കലി ഡെറിവേഷൻ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്യാപിറ്റൽ ജിന്റെ വാല്യൂ ഫിക്സ്ഡ് ആണ്, മാസ് ഓഫ് എർത്ത് ഫിക്സ്ഡ് ആണ്, റേഡിയസ് ഓഫ് എർത്ത് 6400 കിലോമീറ്റർ ഫിക്സ്ഡ് ആണ്. എച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഹൈറ്റ് കിട്ടില്ലേ? ആ ഹൈറ്റ് ജി കിട്ടിയില്ലേ? അത്രയുള്ള പരിപാടി. ഇതാണ് ഇക്വേഷൻ. ഇത് ഇക്വേഷൻ കഴിഞ്ഞു. ഈ നമ്മൾ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് വേറൊരു രൂപത്തിലാക്കിയാലേ 4 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ രൂപത്തിലാക്കാനും കൂടി പഠിക്കണം. ഓക്കെ, കാരണം 4 മാർക്ക് കിട്ടുള്ളൂ. ആ രൂപം എന്താണെന്നുള്ള കാര്യം പറഞ്ഞത് ശ്രദ്ധിക്കും. ഈ ഇക്വേഷനിൽ നിങ്ങൾ ചെറിയ മാറ്റം വരുത്തണം. എന്താണെന്ന് അറിയോ? നിങ്ങൾ ആർ പ്ലസ് എച്ചിനെ പിടിച്ചോ. താഴെയുള്ള ആർ പ്ലസ് എച്ചിനെ പിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ആർ പ്ലസ് എച്ചിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആർ പ്ലസ് എച്ച് തന്നെയാണ്, ഒന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ ആർ പ്ലസ് എച്ചിനെ നമ്മൾ എന്ത് ചെയ്തു? 6/r വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. കുഴപ്പമുണ്ടോ? 6/r എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 6/r വെച്ച് മൾട്ടിപ്ലൈ. ഇനി ആലോചിച്ച് നോക്കിയേ, ഇത് ഈക്വൽ ടു ഈ മുകളിലത്തെ ആറിനെ ഞാൻ പുറത്ത് തന്നെ നിർത്തി. എന്നിട്ട് ഈ താഴത്തെ ആറിനെ ഞാൻ ഉള്ളിലേക്ക് എത്തി. അപ്പൊ ഈ ആർ ഇവനെ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ അതെന്താണ്? 6/r 1 ആവും. ഈ ആർ ഇവനെ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ h/r ആവും. ശരിയല്ലേ? h/r ആവും. അതായത് ആർ പ്ലസ് എച്ചിനെ ഞാൻ എന്തായിട്ട് കാണിച്ചു? 6 × 1 + h/r ആയിട്ട് കാണിച്ചു. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഈ ആറിനെ ഈ പുറത്തെടുത്താൽ ഉള്ളിൽ 1 + h/r വരും. അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 6/r വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഒരാറിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി, അപ്പൊ 6/r 1 ആയി. ആറിനെ ഉള്ളിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോയി, അപ്പൊ h/r വന്നു. പുറത്തൊരു 6 നമ്മൾ അല്ലേലുണ്ട്. ഇത് ലോജിക്ക് കിട്ടിയോ? എങ്ങനെയാണ് ഈ ലോജിക്ക് ഉണ്ടാക്കിയെടുക്കുക? r + h = r/r × 1 + h/r. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ ഇക്വേഷൻ എങ്ങനെ മാറുക? ഒന്നുമില്ല. gm/r + h പകരം ഞാൻ എന്താ റിപ്ലേസ് ചെയ്യാൻ പോകുന്നത്? r + h പകരം ഞാൻ പുതിയ ഉണ്ടാക്കിയ സാധനം എന്താണ്? r × 1 + h/r. പക്ഷെ അത് r + h മാത്രമാണ്. ഇവിടെ r + h സ്ക്വയർ ആയതുകൊണ്ട് എല്ലാത്തിനും ഞാൻ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ രണ്ടിനെ സ്ക്വയർ. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഈ സ്റ്റെപ്പിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ gm/R² എവിടെയോ കണ്ടു ഓർമ്മയുണ്ടല്ലോ? അതല്ല സാർ, ഇത് GSL gm/R². അതാ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടി GH = ഈ gm/R² GS ആണ്. GS ഡിവൈഡ് ബൈ 1 + h/r ഹോൾ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 1 + h/r മുകളിലേക്ക് കൊണ്ടുവന്നു.
പക്ഷെ ഹോൾ സ്ക്വയറിന്റെ ആ 2 എന്താവും -2 ആവും. എഴുതിയ കുഴപ്പമുണ്ടോ? അങ്ങനെ GS into 1 plus h by r whole square മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താണ് ആ പവർ എന്താവും? മൈനസ് ആവും. മുകളിലേക്ക് കൊണ്ടുവന്നാൽ പവർ മൈനസ് ആക്കണം, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. 1 by x square മുകളിലേക്ക് കൊണ്ടുവന്നാൽ x raised to -2, 1 by x cube മുകളിലേക്ക് കൊണ്ടുവന്നാൽ x raised to -3. അപ്പൊ ഇതെന്താണ് 1 by x. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രാക്കറ്റിലുള്ള ഈ സാധനമില്ലേ, ഈ -2 പവർ, അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന അറിയാം? ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 plus h by r whole raised to -2 ആണ് ആ സാധനം, വൃത്തികെട്ട സാധനം. അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് 1 minus 2h by r കിട്ടും. അതായത് -2 എടുത്ത് നൈസായിട്ട് എച്ചിന്റെ കൂടെ വെച്ച് കൊടുത്തേ, അപ്പൊ അത് കിട്ടില്ലേ? -2 എടുത്ത് നൈസായിട്ട് എച്ചിന്റെ കൂടെ വെച്ച് കൊടുത്തേ 1 minus 2h by r കിട്ടില്ലേ? ഇത് എപ്പോഴാണ് വാലിഡ് ഉള്ളൂ? ഇത് എപ്പോഴാണ് വാലിഡ് ഉള്ളൂ? h is very 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 less than r. ഈ h r-നേക്കാളും വളരെ വളരെ ചെറുതാവുന്ന സമയത്ത് ഇത് വാലിഡ് ഉള്ളൂ. നമ്മുടെ കേസിൽ അങ്ങനെയാണെന്ന് വിചാരിക്കാം. h വളരെ h എന്താണ് ഹൈറ്റ്, സർഫസിന് എർത്തിന്റെ സർഫസിനുള്ള ഹൈറ്റ് വളരെ ചെറുതാണ്. റേഡിയസിനെ കമ്പയർ ചെയ്ത് എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ, നമ്മുടെ എന്താണ് h എന്ന് പറഞ്ഞാൽ 100 മീറ്റർ അല്ലെ 10 കിലോമീറ്റർ അല്ലെ 100 കിലോമീറ്റർ, കുഴപ്പമില്ല, 6400-നെക്കാളും ചെറുതല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സാധനത്തിന് 1 minus 2h by r എന്ന് റിപ്ലേസ് ചെയ്യും. അതായത് ബേസിക്കലി ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതട്ടെ. GH is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ്? GS into 1 plus h by r whole raised to -2 ആണ്. പക്ഷെ അതിനെ ഞാൻ റിപ്ലേസ് ചെയ്ത് എങ്ങനെയാണ് റിപ്ലേസ് ചെയ്ത്? GH is equal to GS into 1, ഈ -2നെ എടുത്ത് h-ന് കൊടുത്താൽ -2h by r. കഴിഞ്ഞു അത്രയുള്ള സംഭവം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളിച്ചത്. നമ്മുടെ കളി എന്തിനായിരുന്നു? ഇത് കിട്ടാൻ വേണ്ടി. കഴിഞ്ഞു. പക്ഷെ ഇതൊരു കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? h is very 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 less than r. ഫോർ എക്സാമ്പിൾ h 100 കിലോമീറ്റർ ആണ്, r എത്രയാണ്? r ഫിക്സ്ഡ് ആണ്, 6400 കിലോമീറ്റർ ആണ്. ഇത് വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യും. പക്ഷെ h let's say 3200 അല്ല 3000 കിലോമീറ്റർ ആണ് ഹൈറ്റ് ഫ്രം ഇത് 6000 കിലോമീറ്റർ ആണ്. ഇത് ഈക്വേഷൻ വർക്ക് ചെയ്യോ? ഈക്വേഷൻ വർക്ക് ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പൊ 100 കിലോമീറ്റർ 10 കിലോമീറ്റർ വരെയൊക്കെ കുഴപ്പമില്ല, ഈക്വേഷൻ ഉപയോഗിക്കാം. പക്ഷെ 3000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ഒരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നത്, അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല, ഈ ഈക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങൾ ഡിറൈവ് ചെയ്താൽ യു വിൽ ഗെറ്റ് 4 മാർക്സ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. 4 മാർക്സ് ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ ഇതെപ്പോഴും ഉപയോഗിക്കാൻ പാടുള്ളൂ? ഈ കണ്ടീഷൻ വാലിഡ് ആകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ സാർ അപ്പൊ എന്താ ചെയ്യാ? ഇത് എപ്പോഴും ഓൾവേസ് വാലിഡ് ആണ്, ഈ ഇക്വേഷൻ ഓൾവേസ് വാലിഡ് ആണ്, ഓൾവേസ് കറക്റ്റ് ആണ്, എന്ത് എച്ചിനും ഇത് കറക്റ്റ് ആണ്. പക്ഷെ പരീക്ഷയിൽ ഇവിടെ വരെ എഴുതി വെച്ചിട്ട് സാർ എച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ, വേരിയേഷൻ ഓഫ് ജി വിത്ത് എച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ വരെ ചെയ്യണം. അപ്പൊ അവിടെ വരെ ചെയ്യണം, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ. r plus h-നെ ഞാൻ എന്തായിട്ട് കാണിച്ചു? r-നെ പുറത്തെടുത്തു. അപ്പൊ 1 plus h by r ഉള്ളിൽ വന്നു. അപ്പൊ r സ്ക്വയർ പുറത്ത് വരും. അപ്പൊ gm by r സ്ക്വയർ എന്ന് പറഞ്ഞാൽ GS ആണെന്ന് ഞാൻ റിപ്ലേസ് ചെയ്തു. 1 plus h by r-നെ ഞാൻ മുകളിലേക്ക് എത്തിയപ്പോൾ പവർ -2 ആയി. എനിക്കറിയാം ഈ 1 plus h by r all raised -2 എന്ന് പറഞ്ഞാൽ -2 ഇവിടേക്ക് ഒന്ന് കയറ്റി വെച്ചാൽ മതി. 1 minus 2h by r അല്ലെ, GS into 1 minus 2h by r. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. ഡെറിവേഷൻ അത്രേ ഉള്ളൂ, മനസ്സിലല്ലേ? അതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 2 സ്റ്റെപ്പിൽ ഡെറിവേഷൻ തീരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഡെറിവേഷൻ എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആണ്.